കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതും കാലത്തിന്റെ കുത്തൊഴുക്കിൽ തെളിയാതെ കിടന്നതുമായ ഒരു കൊലപാതക കേസിലെ അന്വേഷണ വഴികളാണ് ഇവിടെ വിവരിക്കുന്നത്. ആ ഗ്രാമത്തിന്റെ ഭൂമിശാസ്ത്രം തന്നെ ഈ കേസിൽ നിർണായകമായിരുന്നു. റബ്ബർ തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട കുന്നിൻ ചെരുവുകളും ഇടവഴികളും നിറഞ്ഞ ഒരു പ്രദേശം. അവിടെ ഒരു ചെറിയ കൈത്തോടൊഴുകുന്നുണ്ട്. ആ തോടിന്റെ കരയിലായി ഒരു കള്ളുഷാപ്പും അതിനോട് ചേർന്ന് ചെറിയൊരു മാടക്കടയും അത്യാവശ്യം സാധനങ്ങൾ ലഭിക്കുന്ന ഒരു പ്രൊവിഷൻ സ്റ്റോറും മാത്രമാണുണ്ടായിരുന്നത്. അവിടെ നിന്നും ഏകദേശം 3 കിലോമീറ്ററോളം മൺപാതയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ പ്രധാന റോഡിലേക്കെത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. ആ ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിലെ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ തിരോധാനവും തുടർന്നുണ്ടായ കൊലപാതകവുമാണ് ഈ കേസിനാസ്പദമായ സംഭവം. തയ്യൽ ജോലികൾ പഠിക്കാൻ പോയിരുന്ന ആ പെൺകുട്ടി ഗ്രാമത്തിലെ ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചിരുന്നു. അവളുടെ വീടിന് സമീപത്തുള്ള കള്ളുഷാപ്പിലെ ഒരു ജീവനക്കാരനായിരുന്നു തുടക്കത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിന്നത്. കാണാൻ സുന്ദരനും വെളുത്ത നിറമുള്ളവനും മുണ്ട് മാത്രം ധരിച്ച് ഷാപ്പിലെത്തുന്നവരുമായി ഇടപഴകുകയും ചെയ്തിരുന്ന ആ യുവാവ് പെൺകുട്ടിയുടെ വീടിന് സമീപത്തുകൂടി ഒഴുകുന്ന തോട്ടിൽ കുളിക്കാൻ വരുമായിരുന്നു. സ്ത്രീകൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന കടവിലേക്ക് കല്ലെറിഞ്ഞ് സാന്നിധ്യം അറിയിക്കുന്ന പതിവൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കപ്പെട്ടപ്പോൾ ആ യുവാവിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ആദ്യഘട്ട അന്വേഷണങ്ങൾ നടന്നത്. സംഭവം നടന്ന ദിവസം പെൺകുട്ടി വീട്ടിൽ അമ്മയോടൊപ്പമുണ്ടായിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞിട്ടും അവൾ മംഗളം വാരിക വായിച്ചുകൊണ്ട് കട്ടിലിൽ കിടക്കുകയായിരുന്നു. അമ്മ ഉറങ്ങാൻ പറഞ്ഞിട്ടും വായന നിർത്തിയില്ല. ഒടുവിൽ അമ്മ ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോൾ പെൺകുട്ടിയെ കാണാനില്ല. വീടിനുള്ളിലും പുറത്തുള്ള കുളിമുറിയിലും നോക്കിയെങ്കിലും കണ്ടില്ല. ഒടുവിൽ പെൺകുട്ടി കിടന്ന മുറിയിൽ നിന്നും വാരികയ്ക്കുള്ളിൽ എഴുതിവച്ച ഒരു കത്ത് അമ്മ കണ്ടെടുത്തു. താൻ ഇഷ്ടപ്പെടുന്ന പുരുഷനോടൊപ്പം മലബാറിലേക്ക് പോകുന്നുവെന്നും തന്നെ അന്വേഷിക്കേണ്ടതില്ലെന്നും ആ കത്തിൽ എഴുതിയിരുന്നു. കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്ന നിഗമനത്തിലായിരുന്നു ആദ്യം എല്ലാവരും. എന്നാൽ രാവിലെ 10:30 ഷാപ്പിന് പുറകിലുള്ള റബ്ബർ തോട്ടത്തിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ആരോ അവളെ കുത്തിക്കൊലപ്പെടുത്തി അവിടെ ഉപേക്ഷിച്ചിരുന്നു. മൃതദേഹത്തിന് സമീപത്തു നിന്നും ഒരു തോർത്തും കണ്ടെടുത്തിരുന്നു. മരണാനന്തര പരിശോധനയിൽ പെൺകുട്ടി 2 മാസം ഗർഭിണിയായിരുന്നു എന്ന് തെളിഞ്ഞു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും വർഷങ്ങളോളം അന്വേഷിച്ചിട്ടും യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. കള്ളുഷാപ്പിലെ ജീവനക്കാരനായ യുവാവിനെയും മറ്റു പലരെയും ചോദ്യം ചെയ്തെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ല. ഒടുവിൽ വർഷങ്ങൾക്കു ശേഷം ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം SIT കേസ് ഏറ്റെടുക്കുമ്പോൾ സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫായിരുന്നു ആ ദൗത്യത്തിന് നിയോഗിക്കപ്പെട്ടത്. ജോർജ് ജോസഫ് ആ ഗ്രാമത്തിലെത്തി. കൊലപാതകം നടന്ന സ്ഥലത്തിന് സമീപത്തായി ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് താമസമാരംഭിച്ചു. പോലീസ് ഉദ്യോഗസ്ഥനെന്ന ജാടകളില്ലാതെ സാധാരണക്കാരനെപ്പോലെ അവിടെ കഞ്ഞിയും കറികളുമൊക്കെ സ്വയം പാകം ചെയ്ത് ലളിതമായ ജീവിതം നയിച്ചു. ഗ്രാമവാസികളുമായി ഇടപഴകാനും അവിടത്തെ സ്പന്ദനങ്ങൾ തിരിച്ചറിയാനും ഈ രീതി അദ്ദേഹത്തെ സഹായിച്ചു. കൊലപാതകം നടന്ന സമയവും സാഹചര്യങ്ങളും പുനരാവിഷ്കരിക്കാൻ ജോർജ് ജോസഫ് ശ്രമിച്ചു. എല്ലാ ദിവസവും രാത്രി 3:30 മണിക്ക് അദ്ദേഹം ഷാപ്പിന് മുൻപിൽ പോയി നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഗ്രാമത്തിലെ വീടുകളിൽ എവിടെയൊക്കെ വെളിച്ചം വരുന്നുണ്ടെന്ന് അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അന്വേഷണത്തിൽ നിർണായകമായ ഒരു തെളിവ് വർഷങ്ങൾക്ക് മുമ്പ് മൃതദേഹത്തിനടുത്തു നിന്നും ലഭിച്ച ആ തോർത്തായിരുന്നു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ ആ തോർത്തിൽ പായലിന്റെയും റബ്ബർ കറയുടെയും അംശങ്ങൾ കണ്ടെത്തി. തോട്ടിലെ വെള്ളത്തിൽ നിന്നുള്ള പായലും റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരിൽ കാണുന്ന റബ്ബർ കറയും ആ തോർത്തിലുണ്ടായിരുന്നു എന്നത് പ്രതി റബ്ബർ കൃഷിയുമായി ബന്ധമുള്ളയാളാണെന്നും തോടുമായി സമ്പർക്കത്തിൽ വന്നിട്ടുണ്ടെന്നും ജോർജ് ജോസഫ് അനുമാനിച്ചു. അന്വേഷണത്തിനിടയിൽ വർഷങ്ങൾക്കു മുമ്പ് ആ തോട്ടിൽ നടന്ന ഒരു ശ്രമദാനം ജോർജ് ജോസഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വേനൽക്കാലത്ത് തോട്ടിലെ വെള്ളം വറ്റിച്ച് മീൻ പിടിക്കാനും വൃത്തിയാക്കാനും വേണ്ടി നാട്ടുകാർ ഒത്തുചേർന്ന ഒരു പരിപാടിയായിരുന്നു അത്. അതിന് നേതൃത്വം നൽകിയ റിട്ടയേർഡ് അധ്യാപകനെ കണ്ട് അദ്ദേഹം പഴയ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അന്ന് പങ്കെടുത്തവരുടെ വിവരങ്ങൾ എഴുതിവച്ചിട്ടുണ്ടോ എന്നന്വേഷിച്ചു. അധ്യാപകന്റെ മകളുമായി സൗഹൃദം സ്ഥാപിച്ച് ആ പഴയ നോട്ട്ബുക്ക് ജോർജ് ജോസഫ് സംഘടിപ്പിച്ചു. ആ പുസ്തകത്തിലെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ സ്ഥിരമായി വന്നിരുന്ന 5 പേർ സംഭവ ദിവസം മാത്രം വന്നിട്ടില്ലെന്ന് അദ്ദേഹം കണ്ടെത്തി. അതിൽ 2 യുവാക്കളും മധ്യവയസ്കരായ 2 പേരും
സമ്പന്നനും പ്രമാണിയുമായ 55 വയസ്സുള്ള ഒരാളും ഉൾപ്പെട്ടിരുന്നു. അതിൽ ആ 55കാരൻ ഗ്രാമത്തിലെ വലിയൊരു റബ്ബർ തോട്ടത്തിന്റെ ഉടമയായിരുന്നു. സാമ്പത്തികമായി ഉന്നത നിലയിലുള്ള ഇയാൾക്ക് ഭാര്യയും 2 പെൺമക്കളുമുണ്ടായിരുന്നു. ഇയാളുടെ പെരുമാറ്റത്തിൽ ജോർജ് ജോസഫിന് തുടക്കം മുതലേ സംശയം തോന്നിയിരുന്നു. കൊലപാതകം നടന്ന ദിവസം ഇയാൾ പെരുമാറിയ രീതിയും സാക്ഷികളെ സ്വാധീനിക്കാൻ നടത്തിയ ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ സംശയത്തിന് ആക്കം കൂട്ടി. മറ്റൊരു നിർണായക വിവരം ജോർജ് ജോസഫിന് ലഭിച്ചത് 2 ഇൻഷുറൻസ് ഏജന്റുമാരിൽ നിന്നായിരുന്നു. കൊലപാതകം നടന്ന അന്നു രാത്രി അവർ തിരുവനന്തപുരത്തേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നു. അതിനു മുമ്പായി ഒരു സിനിമയുടെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പുലർച്ചെ 3:30 തോട്ടിൽ കുഴിക്കാൻ വന്നിരുന്നു. ആ സമയത്തവർ തോട്ടിലൂടെ ഒരു മെഴുകുതിരി വെളിച്ചം നീങ്ങുന്നത് കണ്ടിരുന്നു. സാധാരണ ഗ്രാമവാസികൾ ടോർച്ച് ഉപയോഗിക്കുമ്പോൾ അന്ന് കണ്ടത് മെഴുകുതിരി വെളിച്ചമായിരുന്നു എന്നത് ജോർജ് ജോസഫിനെ ചിന്തിപ്പിച്ചു. പ്രതിക്ക് അന്ന് ടോർച്ച് എടുക്കാൻ സാധിച്ചില്ലെന്നും പകരം മെഴുകുതിരി ഉപയോഗിച്ചതാകാം എന്നും അദ്ദേഹം ഉറപ്പിച്ചു. ജോർജ് ജോസഫ് ഗ്രാമത്തിലെ ആ മാടക്കടയിൽ പോയി വെറുതെ ഇരിക്കുകയും കടക്കാരനുമായി സംസാരിക്കുകയും പതിവാക്കി. സംസാരത്തിനിടയിൽ തന്ത്രപൂർവം ആ 55കാരനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സമ്പന്നനായ അയാൾ രാത്രി വൈകിയും ടൗണിൽ പോയി കറങ്ങി നടക്കാറുണ്ടെന്നും മിക്കവാറും കയ്യിൽ ടോർച്ചുണ്ടാകാറുണ്ടെന്നും കടക്കാരൻ പറഞ്ഞു. എന്നാൽ കൊലപാതകം നടന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അയാൾ ടോർച്ചില്ലാതെ വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അതെ, ഒരിക്കൽ അയാൾ ടോർച്ചെടുക്കാൻ മറന്നുപോയി എന്നു പറഞ്ഞ് കടയിൽ നിന്നും തീപ്പെട്ടിയോ മറ്റോ വാങ്ങിയിരുന്നു എന്ന് കടക്കാരൻ മൊഴി നൽകി. ഈ വിവരം ഇൻഷുറൻസ് ഏജന്റുമാർ കണ്ട മെഴുകുതിരി വെളിച്ചവുമായി ചേർത്തു വായിച്ചപ്പോൾ ജോർജ് ജോസഫിന്റെ സംശയം ബലപ്പെട്ടു. കൂടാതെ കേസിൽ സാക്ഷിയായ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മൊഴി ജോർജ് ജോസഫ് പുനഃപരിശോധിച്ചു. ഷാപ്പിലെ ജീവനക്കാരനായ യുവാവിനെയും കൊല്ലപ്പെട്ട പെൺകുട്ടിയെയും വീടിനടുത്തുള്ള സ്കൂളിലെ ബ്ലാക്ക് ബോർഡിന് പിന്നിൽ വെച്ച് കണ്ടു എന്നായിരുന്നു ആ കുട്ടിയുടെ മൊഴി. എന്നാൽ ജോർജ് ജോസഫ് നേരിട്ട് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ കുട്ടി പറഞ്ഞ സ്ഥലത്തുനിന്ന് നോക്കിയാൽ ബ്ലാക്ക് ബോർഡിന്റെ അടിഭാഗം മാത്രമേ കാണാൻ സാധിക്കൂ എന്നും ആളുകളെ തിരിച്ചറിയാൻ കഴിയില്ലെന്നും വ്യക്തമായി. ആ 55കാരൻ കുട്ടിയുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നുവെന്നും ഇയാൾ കുട്ടിയെക്കൊണ്ട് കള്ളം പറയിപ്പിച്ചതാണെന്നും അദ്ദേഹത്തിന് ബോധ്യമായി. എല്ലാ തെളിവുകളും ആ 55കാരനിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ ജോർജ് ജോസഫ് ഒരു പ്രത്യേക തന്ത്രം പ്രയോഗിച്ചു. സംശയപട്ടികയിലുള്ള 5 പേരെയും കോട്ടയത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിച്ചു. ഓരോരുത്തരെയായി മുറിയിലേക്ക് വിളിച്ചുവരുത്തി. മുറിയിൽ മങ്ങിയ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചോദ്യം ചെയ്യലിന് വിധേയനായ 55കാരൻ ആകെ അസ്വസ്ഥനായിരുന്നു. ജോർജ് ജോസഫ് അയാളോട് സൗമ്യമായി സംസാരിച്ചു തുടങ്ങി. ഈ കേസ് തെളിയുമെന്നെനിക്ക് തോന്നുന്നില്ലെങ്കിലും ആരാണിത് ചെയ്തതെന്ന് ചേട്ടൻ അറിയാമോ എന്ന് ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടിയില്ല. അയാളുടെ മടിയിൽ പഴയ പത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ജോർജ് ജോസഫ് ശ്രദ്ധിച്ചു. വർഷങ്ങൾക്ക് മുമ്പുള്ള കേസിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്ന പത്രങ്ങളായിരുന്നു അത്. എന്തിനാണത് സൂക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിന് അയാൾക്കുത്തരമുണ്ടായിരുന്നില്ല. തുടർന്ന് ജോർജ് ജോസഫ് മനഃശാസ്ത്രപരമായ നീക്കം നടത്തി. പ്രതി ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ പ്രതിയെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതി അന്ന് ടോർച്ച് ഉപയോഗിച്ചില്ലെന്നും പകരം മെഴുകുതിരി വെളിച്ചത്തിലാണ് തോട്ടിലൂടെ പോയതെന്നും വെള്ളത്തിലിറങ്ങിയപ്പോൾ നനഞ്ഞുവെന്നും മറ്റുമുള്ള കാര്യങ്ങൾ ജോർജ് ജോസഫ് ഓരോന്നായി വിവരിച്ചു. ഇതു കേട്ടതോടെ 55കാരൻ വല്ലാതെ വിയർക്കാൻ തുടങ്ങി. അയാളുടെ ശരീരഭാഷ കുറ്റസമ്മതം നടത്തുന്നതുപോലെയായിരുന്നു. അയാൾ മാനസികമായി തകർന്നു. തന്റെ മുന്നിലിരിക്കുന്ന മനുഷ്യൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ജോർജ് ജോസഫിന് 100% ഉറപ്പായിരുന്നു. എന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ മാത്രം ശക്തമായ നേരിട്ടുള്ള തെളിവുകൾ അപ്പോൾ കയ്യിലില്ലായിരുന്നു. നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇനിയും പഴുതുകൾ ബാക്കിയാണ്. അതുകൊണ്ടുതന്നെ തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്ത് കേസ് ദുർബലമാക്കാൻ ജോർജ് ജോസഫ് ആഗ്രഹിച്ചില്ല. ശാസ്ത്രീയമായ തെളിവുകൾ ഇനിയും ശേഖരിക്കേണ്ടതുണ്ട്. അതിനാൽ അദ്ദേഹം വളരെ ശാന്തനായി അവരോട് പറഞ്ഞു, ഇന്നത്തേക്ക് പോകാം, പിന്നീട് ആവശ്യമെങ്കിൽ വിളിപ്പിക്കാം. കേസ് തെളിയിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതു കേട്ടപ്പോൾ മറ്റുള്ളവർക്ക് ആശ്വാസമായെങ്കിലും ആ 55കാരന്റെ ഉള്ളിൽ തീ ആളിക്കത്തുകയായിരുന്നു. ജോർജ് ജോസഫ് അവരെ വിട്ടയച്ചു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ ആ 55കാരന്റെ മനസ്സിൽ ജോർജ് ജോസഫ് പറഞ്ഞ ഓരോ കാര്യങ്ങളും വലിയ പ്രഹരമായി മാറി. താൻ വർഷങ്ങളായി ഒളിപ്പിച്ചുവെച്ച രഹസ്യം ഒരപരിചിതനായ പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഏതു നിമിഷവും പോലീസ് പിടിമുറുക്കുമെന്നും
തന്റെ കുടുംബത്തിനും സമൂഹത്തിനും മുന്നിൽ താൻ അപമാനിതനാകുമെന്നും അയാൾക്കുറപ്പായി. നിയമത്തിനു മുന്നിൽ നിന്ന് ഒരുപക്ഷേ രക്ഷപ്പെട്ടാലും സ്വന്തം മനസാക്ഷിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അന്ന് രാത്രി തന്നെ വിധി അതിന്റെ നടപ്പിലാക്കൽ തുടങ്ങി. ജോർജ് ജോസഫ് കണക്കുകൂട്ടിയതോ പദ്ധതിയിട്ടതോ ആയ ഒരു കാര്യമായിരുന്നില്ല അത്. മറിച്ച് കുറ്റബോധവും ഭയവും വേട്ടയാടിയ ആ മനുഷ്യനെ വിധി മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച വിവരം ആ 55-കാരൻ തന്റെ വീട്ടിൽ തൂങ്ങിമരിച്ചു എന്നതായിരുന്നു. ജോർജ് ജോസഫ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യം കണ്ടെത്തിയെങ്കിലും ശിക്ഷ വിധിച്ചത് കോടതിയായിരുന്നില്ല, മറിച്ച് വിധിയായിരുന്നു. ചെയ്ത തെറ്റിന് കാലം കരുതിവെച്ച ശിക്ഷ അയാൾ സ്വയം ഏറ്റുവാങ്ങി. നിയമത്തിന്റെ നൂലാമാരകളിൽ കുടുങ്ങി കേസ് നീണ്ടുപോകാതെ സത്യം ജയിക്കുകയും പാപം ചെയ്തയാൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുകയും ചെയ്തു. ജോർജ് ജോസഫിന്റെ അന്വേഷണ മികവിനൊപ്പം തന്നെ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു പര്യവസാനമായിരുന്നു ആ കേസിനുണ്ടായത്. ഇതേപോലത്തെ ഇന്ത്യയിൽ അകത്തും പുറത്തും നടന്നതുമായ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കുക, അഭിപ്രായം അറിയിക്കുക.